ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് എൻ്റെ ഒരു ദിവസത്തെ നൈറ്റാണ്. നൈറ്റ് റൊട്ടീൻ എന്നൊക്കെ പറയാം, പക്ഷേ അധികമൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല. മിക്ക ദിവസവും ഇവിടെ ചപ്പാത്തി ആയിരിക്കും. ഇന്നും ഇവിടെ ചപ്പാത്തി തന്നെയാണ്. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ചധികം ഉണ്ടാക്കി വെക്കും. അപ്പോൾ എന്നും ഉണ്ടാക്കണ്ടല്ലോ, എന്നിട്ട് ഞാനത് സ്റ്റോർ ചെയ്ത് വെക്കും. പക്ഷേ അത് അധികം ദിവസമൊന്നും സ്റ്റോർ ചെയ്ത് വെക്കില്ല. അറ്റ്ലീസ്റ്റ് 3 ദിവസത്തേക്കുള്ളത് മാത്രമേ അങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ച് നമുക്ക് എളുപ്പത്തിൽ ചുട്ടെടുക്കാനും സാധിക്കും. വല്ല തിരക്ക് പിടിച്ച ദിവസമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫുഡ് റെഡിയാവും. സ്റ്റോർ ചെയ്യാൻ ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് വയ്ക്കുക. അതിൻ്റെ അടിയിലും മുകളിലും ഞാൻ ടിഷ്യൂ വയ്ക്കും. അപ്പോൾ വെള്ളം ഇങ്ങനെ വരില്ലല്ലോ, അത് വരാതിരിക്കാനാണ് ഞാൻ അങ്ങനെ വെക്കുന്നത്. എന്നിട്ട് കിച്ചൺ ടിഷ്യൂ വെച്ചതിന് ശേഷം ചപ്പാത്തികളിങ്ങനെ നിരത്തി അടുക്കായിട്ട് വെച്ച് അതിൻ്റെ മുകളിൽ വേറൊരു ടിഷ്യൂ വെച്ച് ടൈറ്റായിട്ട് മൂടി വയ്ക്കും. അപ്പോൾ അതിങ്ങനെ ഇരുന്നോളും. ഫ്രിഡ്ജിൽ വെക്കണം. എന്നിട്ട് കേട്ടോ, ഫ്രിഡ്ജിൽ വെക്കാതെ പുറത്ത് വെക്കരുത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം. അങ്ങനെ വെച്ചാൽ കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, കേടാവാതെ. അപ്പോൾ നമുക്ക് മറ്റേ റെഡിമെയ്ഡ് ചപ്പാത്തി കിട്ടുന്നത് പോലെ തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ചുട്ട് അത് നമ്മുടെ വീട്ടിലുണ്ടാക്കി തന്നെ ചുട്ട് തിന്നാനും കഴിയും. അങ്ങനെയൊക്കെയാണ് ഞാൻ കൂടുതലും ചെയ്യാറ്. എല്ലാപ്പോഴും അല്ല, ഇങ്ങനെ ചെയ്യാറുണ്ട്. വളരെ എളുപ്പമായിട്ട് എനിക്ക് തോന്നി. ഇന്ന് പിന്നെ ചപ്പാത്തിക്ക് കൂടെ പയറും കായാണ് വെക്കാമെന്ന് വെച്ചത്. നല്ല കായ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ പയറും കായും വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നോർമലി ബ്രൗൺ കളർ പയറാണ് വെക്കാറ്. ബട്ട് എനിക്കിന്ന് തോന്നി പച്ചപ്പയർ വെച്ചാലോ എന്ന്. അങ്ങനെയാണ് ഞാൻ കഞ്ഞിപ്പയർ എടുത്തത്. അപ്പോൾ ഇന്നത്തത് കഞ്ഞിപ്പയറും കായാണ് കൂടെ മിക്സാക്കിയിട്ട് വെക്കാൻ. ഇത് ചിലവർക്ക് ഇഷ്ടപ്പെടും, നല്ല ഇതാണ്. ചപ്പാത്തിയുടെ കൂടെയും പോയിക്കോളും. അങ്ങനെ സ്പെഷ്യലായിട്ടുള്ള ഡിഷൊന്നും എന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും നമ്മൾ വീട്ടിലാകുമ്പോൾ നോർമലല്ലേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ്. പിന്നെ ഞാൻ അത് കൂടാതെ തന്നെ ഇതിൻ്റോടൊപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഇത് കുക്കറിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. കുക്കറിൽ പിന്നെ ഉള്ളിമുളകും കാച്ചിയാണ് ഉണ്ടാക്കുന്നത്. വേറെ പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാതെ നല്ല കടുക് പൊട്ടിച്ച് സവാളയും വേപ്പിലയും ഒക്കെ ഇട്ടിട്ടുള്ള, എന്നിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇട്ടില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. വെളുത്തുള്ളി ഇടും കേട്ടോ, ഞാൻ മറന്നുപോയി പറയാൻ. വെളുത്തുള്ളി ഇട്ട് ഉണ്ടാക്കിയാലൊരു നല്ല രസമാണ്. നമുക്ക് ചോറിനും കൂട്ടാൻ പറ്റും, അതുപോലെ തന്നെ ചപ്പാത്തിയിലും കൂട്ടാം. അങ്ങനെ ഞാൻ എല്ലാത്തിലും വേപ്പിലിടും. എനിക്കായ വേപ്പിലയുടെ സ്മെല്ല് വളരെ ഇഷ്ടമാണ്. അതിങ്ങനെ കാച്ചെണ്ണയിലൊക്കെ ഇടുമ്പോൾ ആ സ്മെല്ലിങ്ങനെ എടുത്ത് കാണിക്കില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സ്മെല്ല് ഞാൻ നെയ്ച്ചോറിൽ മിക്ക ഫുഡിലും ഞാൻ വേപ്പിലിടാറുണ്ട്. അതുപോലെ ഇതിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഇതിൽ കുത്തിമുളകാണ് ഇട്ടേക്കണത്. കുത്തിമുളകിനൊരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയുന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ കുത്തിമുളക് എന്നൊക്കെയാണ് പറയുക. ഞങ്ങളുടെ ഇവിടെ കുത്തിമുളക് എന്നാണ്, എന്നുവെച്ചാൽ ഈ ചതച്ച മുളകിനാണ് ഈ പറയുന്നത്. അങ്ങനെയൊക്കെ പറയും. പിന്നെ ഭക്ഷണത്തിന് ശേഷം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിക്കണം, എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം, അതാണ് നിർബന്ധം. അപ്പം ഞാൻ ഫ്രൂട്ട്സാണ് അരിയുന്നത്. അതാവുമ്പോൾ ശരീരത്തിനും കേടില്ലല്ലോ. അങ്ങനെ ഒരു ഓറഞ്ചും ഒരു ഗ്രീൻ ആപ്പിളും പിന്നെ ഒരു കുക്കുംബറാണ് ഞാൻ അരിഞ്ഞു വെക്കുന്നത്. പിന്നെ മീൻ പൊരിച്ചത് കാണിച്ചില്ല, മീനും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ ഡിന്നർ കഴിക്കുന്നതിന് മുമ്പ് പാർക്കിൽ, അടുത്ത് തന്നെ പാർക്കുണ്ട്, അവിടെ പോയത് നടന്നിട്ട് വന്നു. അപ്പോൾ അവിടെ ആരുമില്ല, നൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ആരും അധികം പ്രത്യേകിച്ച് ആൾക്കാരും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സുഖമായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു നൈറ്റ് റൊട്ടീൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എൻ്റെ ഒരു ദിവസത്തെ നൈറ്റ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക്